വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് ഞാൻ ജനറലായിട്ടൊരു കാര്യം പറയാനാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇത്ര ദിവസം നമ്മുടെ ചാനലിൽ സെറ്റ് എക്കണോമിക്സിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു അല്ലേ നടന്നു പോയിരുന്നത്. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന്, അതായത് ജനുവരി 29 ലാസ്റ്റ് ഡേറ്റ്. എക്കണോമിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും കൊമേഴ്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ ബിരുദമുള്ളവർക്ക് വളരെ വലിയ സുവർണാവസരമാണ് ഈ ഒരു പോസ്റ്റ്. അതായത് നമ്മുടെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു PSC എക്സാം എഴുതുക, അതിൻ്റെ ഭാഗമാവുക, അതിൽ ജോലി മേടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം കോമ്പറ്റീറ്റീവ് എക്സാം, പ്രത്യേകിച്ച് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് മനസ്സിലാവും. കാരണം റീസെൻറ്റ് ഡേയ്സിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റീസെൻറ്റ് ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ വളരെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ജനറലായിട്ട് ഇപ്പോൾ നമ്മൾ 10th ലെവലോ +2 ലെവലോ അതുപോലെ തന്നെ ഡിഗ്രി ലെവലോ ഒക്കെ എഴുതുമ്പോൾ വളരെയേറെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതായത് ഒന്നോ രണ്ടോ അപേക്ഷകരായിരിക്കില്ല ലക്ഷം പേരിൽ നിന്ന്. ഇപ്പോൾ പ്രിലിംസ് ഉണ്ട്, പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് ഉണ്ട്, മെയിൻസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കണ്ടു അല്ലേ. അതായത് മുമ്പൊക്കെ ഒരൊറ്റ പരീക്ഷയായിരുന്നിടത്ത് ഇപ്പോൾ പ്രിലിംസ് വെച്ചു, ഡിഗ്രി ലെവലിനൊക്കെ. അതുകൂടാണ്ട് മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യണം. ഇത്തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഇൻ്റർവ്യൂവും കൂടിയുണ്ട്. അപ്പോൾ വളരെയേറെ എന്താ പറയുക, കോമ്പറ്റീഷൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വക വിഷയങ്ങളിൽ, അതായത് എക്കണോമിക്സ്, സ്റ്റാറ്റി, മാത്സ്, കൊമേഴ്സ്, അങ്ങനെ നമ്മുടെ സബ്ജക്റ്റുകൾക്ക് വേണ്ടി ഒരു പരീക്ഷ നടത്തുമ്പോൾ നമുക്ക് അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് പഠിക്കാനിരുന്നാൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പോൾ റീസെൻറ്റ് ഡേയ്സിൽ ഞാൻ സെറ്റ് എക്കണോമിക്സിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിൽ ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു ഇൻഫർമേഷൻ തരാൻ വന്നതാണ്. വരും ദിവസങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്കണോമിക്സിനും അതുപോലെ തന്നെ സെറ്റിനും ഒരേപോലെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള PYQ സീരീസ് ആയിട്ടായിരിക്കും എൻ്റെ വീഡിയോസ്, എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ സിലബസ് നോക്കിയാണ് പോകുന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. സെറ്റിനാണെങ്കിൽ യൂണിറ്റ് ആയിട്ടാണ്, എക്കണോമിക്സിൻ്റെ യൂണിറ്റ് ആയിട്ട് സിലബസ് കൊടുത്തിട്ട് ഓരോ യൂണിറ്റിലും ഓരോ മൊഡ്യൂളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 6 യൂണിറ്റോളം സെറ്റ് എക്കണോമിക്സിൻ്റെ സിലബസിലുണ്ട്. ആ 6 യൂണിറ്റിൽ ഓരോ, ഇപ്പോൾ മൈക്രോ എക്കണോമിക്സ് എടുക്കണമെങ്കിൽ അതിൽ തന്നെ ഒരു 3-4 മൊഡ്യൂൾ ഉണ്ടാവും. മാക്രോ എക്കണോമിക്സ് എടുക്കണമെങ്കിൽ അതിലുണ്ടാവും ഒരു 5-6 മൊഡ്യൂൾ. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എടുക്കണമെങ്കിൽ അതിൽ വേറെ മൊഡ്യൂൾ. അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എക്കണോമിക്സ് ഏരിയയിൽ ആകെ 4 മൊഡ്യൂളാണ് ഞാൻ സിലബസിൽ കണ്ടത്. 5 മൊഡ്യൂളുണ്ട്. ഇത് 2020 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2022 ജൂണിൽ നടന്ന എക്സാമിൻ്റെ സിലബസാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. വലിയ മാറ്റം ടോപ്പിക്കിലൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാം. അപ്പോൾ ഞാനിപ്പോൾ വന്നത് മെയിനായിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനാണ്. അതായത് വരും ദിവസങ്ങളിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ സെറ്റിനും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിനും ഗുണകരമാവുന്ന രീതിയിലുള്ള PYQ സീരീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വീഡിയോ കാണുക, നോട്ട്സ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. മുൻ വർഷത്തെ കട്ട് ഓഫൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ LD ആയാലും ഡിഗ്രി ലെവലൊക്കെ ആയാലും എഴുതിയാൽ വളരെയധികം ഉയർന്ന കട്ട് ഓഫാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് 2022 വന്ന എക്സാമിന് വളരെ ചെറിയ കട്ട് ഓഫാണ് നിലവിൽ കാണുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും വളരെ രീതിയിൽ ശക്തമായിട്ട് പഠിക്കുമ്പോൾ കൂടാനേ സാധ്യതയുള്ളൂ, ഇനി കുറയില്ല. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഏരിയകൾ കവർ ചെയ്ത് പഠിച്ചാൽ നല്ല കാര്യമാണ്. അപ്പോൾ നിലവിൽ ഞാൻ ഒരു അനാലിസിസ് നടത്തേണ്ടതിൽ എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോൾ സെറ്റിന് ഇട്ട പല ക്ലാസ്സുകളും, ഇപ്പോൾ ഞാൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ വീഡിയോസാണ് എൻ്റെ ചാനലിൽ ഞാനിപ്പോൾ അധികം ഇട്ടിട്ടുള്ളത്. വളരെ ചെറിയ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ 17 വീഡിയോസാണ് ഇട്ടത്. 17 വീഡിയോസിൽ ഒരു 4 കറണ്ട് അഫെയറിൻ്റെ
ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എക്കണോമിക് ഗ്രോത്ത്, മാക്രോ എക്കണോമിക്സിൽ നിന്ന്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ്, പബ്ലിക് ഫിനാൻസ്, അങ്ങനെ മൈക്രോയിലേക്കൊന്നും ഞാൻ തീരെ കടന്നിട്ടില്ല. അപ്പോൾ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഞാനിടാം. ഇപ്പം നിലവിൽ ഇട്ടിരിക്കുന്ന ക്ലാസ്സുകൾ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് പേപ്പർ നോക്കിയപ്പോൾ നമ്മൾ ക്ലാസ് ഇട്ട കുറച്ച് ഏരിയന്ന് കഴിഞ്ഞ വട്ടം 2022 കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു 20 ക്വസ്റ്റ്യൻ വന്നതിൽ ഞാനിട്ട വീഡിയോന്ന് തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ബിഗ് പുഷ് തിയറിയുടെ കാര്യം പറയുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ബിഗ് പുഷ് ഇല്ലാത്ത PSC എക്സാമിൽ എക്കണോമിക്സ് ഏരിയ ഒരു ക്വസ്റ്റ്യൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. LSGSൻ്റെ മെയിൻ പേപ്പർ നോക്കിയവരുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹു ഡെവലപ്ഡ് ദ തിയറി ഓഫ് ബിഗ് പുഷ് എന്ന് ചോദിച്ചിട്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ വന്നപ്പോൾ ബിഗ് പുഷ് തിയറി ഏത് ഏരിയയ്ക്കാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കണേന്ന് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പോപ്പുലേഷൻ ആണോ, ഇൻറ്റേർണൽ ഇക്കോണമീസ് ആണോ, എക്സ്റ്റേണൽ ഇക്കോണമീസ് ആണോ, നൺ ഓഫ് ദ എബവ് ഒക്കെ കൊടുത്തിട്ടാണ്. അപ്പം നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഊക്കൺസ്ലോയുടെ ഏരിയ നമ്മളെ ക്ലാസ്സിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. ഊക്കൺസ്ലോനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സെറ്റിൻ്റെ പ്രീവിയസ് പേപ്പറുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെയധികം സെറ്റ് എക്കണോമിക്സിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കണ്ടു. അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി ചാനലിൽ ഞാൻ ഇട്ടിരിക്കുന്ന ചാനലിലെ പ്ലേലിസ്റ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. പബ്ലിക് ഫിനാൻസ് കൊടുത്തിട്ടുണ്ട്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് കറണ്ട് അഫെയർ, മാക്രോ എക്കണോമിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഈ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് പോയിൻ്റൊക്കെ നോക്കി നന്നായി പഠിക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2-നും സെറ്റ് എക്കണോമിക്സിനും വേണ്ടിയുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.